അൽ-ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അബൂ താലിബിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, അബൂ താലിബ് വസ്മുഹു ഇൻദൽ ജമീഇ അബ്ദു മനാഫ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദു മനാഫ് എന്നായിരുന്നു. ഇസ്ലാം സ്വീകരിക്കാതിരുന്ന രണ്ട് എളാപ്പമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് അബൂ താലിബാണ്, മറ്റൊന്ന് അബൂ ലഹബാണ്. അബൂ താലിബിന്റെ പേര് അബ്ദു മനാഫ് എന്നായിരുന്നു. അബൂ ലഹബിന്റെ പേര് അബ്ദു ഷംസ് എന്നായിരുന്നു. ഈ രണ്ടുപേരുടെയും പേരുകൾ, ആ പേരുകളിൽ തന്നെ ശിർക്കിന്റെ രൂപം പ്രകടമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരുകളിലേക്ക് അബ്ദ് എന്നത് ചേർത്തി പറയാൻ പാടില്ല. അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ, ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുകളിലേക്ക് മാത്രമാണ് അബ്ദ് ചേർത്തി പറയാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്മാരിൽ രണ്ടുപേർ, ഇസ്ലാം സ്വീകരിക്കാത്ത രണ്ടുപേർ, അവരുടെ രണ്ടുപേരുടെയും പേരുകൾ ശിർക്കൻ പേരുകളായിരുന്നു. എന്നാൽ ഇസ്ലാം സ്വീകരിച്ച രണ്ടാളുകളുണ്ട്. അവരാരൊക്കെയാണ്? ഒന്ന് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്, രണ്ടാമത്തേത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. ഈ രണ്ടുപേരുടെയും പേരുകളിൽ ശിർക്ക് നിലനിന്നിരുന്നില്ല. കുട്ടികൾക്ക് പേരിടുമ്പോൾ അത് അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ ചില പണ്ഡിതന്മാർ ഈ സംഭവം എടുത്തു പറയുന്നത് കാണാം. കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ല പേരിട്ടിട്ടില്ല എങ്കിൽ അത് അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിച്ചേക്കാം എന്നതിന് ഒരു ഉപോത്ബലകമായ തെളിവായി ഈ സംഭവം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 35 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അബൂ താലിബിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സുള്ളപ്പോഴാണ് അബൂ താലിബ് അദ്ദേഹം മരണപ്പെടുന്നത്. അതായത് 85 വയസ്സുള്ള സന്ദർഭത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബായിരുന്നു. അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അബൂ താലിബിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചത്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുല്ലാഹ്, അദ്ദേഹത്തിന്റെ നേർ സഹോദരനാണ് അബൂ താലിബ്. അബ്ദുള്ളയുടെ നേർ സഹോദരനാണ് അബൂ താലിബ്. അതുകൊണ്ടാണ് മറ്റ് പിതൃ സഹോദരന്മാരെ ഒന്നും ഏൽപ്പിക്കാതെ അബൂ താലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രായപൂർത്തി എത്തുന്നത് വരെ വളരെയധികം സ്നേഹത്തിലാണ് അബൂ താലിബ് അവിടുത്തെ ശ്രദ്ധിച്ചത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നതുപോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെയായാൽ, കുറച്ചു നേരം അവിടുത്തെ കാണാതെയായാൽ അബൂ താലിബിന് വിഷമമാകുമായിരുന്നു. അദ്ദേഹം അന്വേഷിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുവരെ, ചെറിയ പ്രായത്തിൽ തന്നെ അബൂ താലിബ് അവിടുന്ന് വരുന്നതുവരെ കാത്തിരിക്കുമായിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇതൊക്കെ ഹദീസുകൾ പോലെയല്ല, എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ പറയപ്പെട്ട സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നത് വരെ അബൂ താലിബും അള്ളാഹുവിൻ്റെ റസൂലും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായ ബന്ധമായിരുന്നു. അബൂ താലിബിൻ്റെ മകൻ അലി ഇബ്നു അബി താലിബ്, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലാണ് അബൂ താലിബ് ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്ന സന്ദർഭത്തിൽ അലി ഇബ്നു അബി താലിബ് എവിടെയുണ്ട്? റസൂലുള്ളയുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബ് റസൂലുള്ളയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ അലി ഇബ്നു അബി താലിബ് എണ്ണപ്പെട്ടത്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അലി ഇബ്നു അബി താലിബിനെ നോക്കാമെന്ന് ഏറ്റെടുത്തത്. അബൂ താലിബ് വലിയ സമ്പന്നനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മക്കളെ നോക്കുക എന്നത് പ്രയാസകരമായപ്പോൾ അബൂ താലിബിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിയത്. എന്തിനധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ തന്നെ, പ്രായമാകുന്നതിന് മുൻപ് തന്നെ ഹദീസുകളിൽ കാണാം, അവിടുന്ന് പറഞ്ഞതായി, മക്കയിൽ ഞാൻ ഖുറൈശികളുടെ ആടുകളെ മേയ്ക്കാറുണ്ടായിരുന്നു.
എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ദീനാറുകൾ അത് അബൂ താലിബിനെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യാറുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനെ സഹായിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷമാകട്ടെ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ അങ്ങേയറ്റം സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം അവിടത്തേക്കെതിരെ ഖുറൈശികൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അബൂ താലിബ് അവിടെ ചെന്നു നിൽക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം തന്നോടൊപ്പമുള്ള യുവാക്കളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ കൈകളിൽ ആയുധങ്ങൾ കൊടുക്കുകയും കഅബയുടെ അരികിൽ ചെന്ന് വളരെ ശക്തമായ പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അബൂ താലിബ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്നോടൊപ്പമുള്ളവർ നിങ്ങൾക്കെതിരെ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അബൂ താലിബിന് മനോഹരമായ കവിതകളുണ്ട്, വളരെ മനോഹരമായ കവിതകൾ. ആ കവിതകൾ ഇബ്നു കസീറിനെ പോലെയുള്ള ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കവിതകളിൽ ഏറ്റവും പ്രസക്തമായ കവിതകളിൽ ഒന്നായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒന്ന് ഇപ്രകാരമാണ്: വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫി തുറാബി ദഫീന. വല്ലാഹി അല്ലാഹു തന്നെ സത്യം, ലൻ യസിലു ഇലൈക ബിജംഇഹിം, മുഹമ്മദ് താങ്കളുടെ അരികിലേക്ക് അവരെല്ലാം ഒരുമിച്ച് കൂടിയാലും താങ്കളെ ഉപദ്രവിക്കാൻ ഞാൻ അവരെ വിടുകയില്ല. താങ്കളുടെ അരികിലേക്ക് വന്നെത്താൻ ഞാൻ അവരെ വിടുകയില്ല. ഹത്താ ഉവസ്സദ ഫി തുറാബി ദഫീന, ഞാൻ മണ്ണിൽ മറമാടപ്പെട്ടതിന് ശേഷമല്ലാതെ അവർക്കൊരിക്കലും അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ അരികിലേക്ക് എത്താൻ കഴിയില്ല. ഇത് അബൂ താലിബ് പറഞ്ഞ കവിതകളിൽ ഒരു വരിയാണ്. മനോഹരമായ അനേകം വരികൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവിടുത്തെ ദീനിനെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത്ഭുതമാണ് ആ ചരിത്രം. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല എന്നത് പലപ്പോഴും അത്ഭുതത്തോടുകൂടി നമ്മൾ നോക്കിപ്പോകുന്ന സന്ദർഭം ചരിത്രത്തിൽ പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടില്ലായിരുന്നു എങ്കിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും അബൂ താലിബിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അബൂ താലിബിന് പോലും ഇസ്തിഗ്ഫാർ തേടാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. അള്ളാഹു അത് വിലക്കിയത് കാരണം. അതല്ലെങ്കിൽ സർവ്വ മുസ്ലിമീങ്ങളും അബൂ താലിബിന്റെ ചരിത്രം വായിച്ചാൽ അദ്ദേഹം രക്ഷപ്പെടുന്നു എങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മഹത്തരമായ ഹിക്മത്തുണ്ട്. ഓരോ കാര്യങ്ങളെയും നിർണയിക്കുന്നതിലും നിശ്ചയിക്കുന്നതിലും അള്ളാഹുവിന് അറിയാവുന്ന യുക്തിയും അതിനു പിന്നിലുള്ള കാരണങ്ങളും നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം.